നല്ലൊരു സിനിമയുണ്ട്. നല്ലൊരു മെസ്സേജ് പറയുന്ന സിനിമ. നമ്മളൊക്കെ ജീവിക്കുമ്പോൾ ഉള്ള അവസ്ഥ, മരിക്കുമ്പോൾ ഉള്ള അവസ്ഥ, ഇതെല്ലാം ഒരുമിച്ച് പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ അടിക്കുന്ന ഒരു സിനിമയാണ്. നമ്മൾ ഒരേ നിമിഷവും ടെൻഷൻ അടിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സിനിമ. പപ്പേട്ടൻ്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് സിനിമയാണ്. പപ്പേട്ടൻ ചെയ്തു വെച്ചിട്ടുള്ള വ്യത്യസ്തമായ സിനിമ. അതോടൊപ്പം മീര ജാസ്മിനും നരനും അവരുടെ ഒന്നിച്ചുള്ളൊരു വീണ്ടും ഉള്ളൊരു വരവ് പ്രേക്ഷകർ നല്ല രീതിക്ക് സ്വീകരിക്കുന്നുണ്ടെന്ന കാര്യം നല്ല ഒരു സബ്ജക്റ്റാണ് ഈ പറഞ്ഞു വെച്ചാണ്. ഈ സബ്ജക്റ്റ് നമ്മൾ കാണാതിരിക്കുന്നത് നഷ്ടമായിരിക്കും. നമുക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സിനിമ. നമ്മൾ ഒന്ന് കണ്ണ് നനയുന്നുണ്ടെങ്കിലും ക്ലൈമാക്സ് എത്തുമ്പോൾ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റാത്തൊരു ഫീല് തരുന്ന ഒരു സിനിമയാണ് ക്വീൻ എലിസബത്ത്. എന്തായാലും പൈസ മുടക്കിയ നഷ്ടമൊന്നും വരില്ല. ഫുൾ ഒരു സീൻ പോലും ഇല്ല, അവരില്ലാത്തില്ല. ഒരു പത്മകുമാറിൻ്റെ ഒരു വെറൈറ്റി എന്ന് വെച്ചാൽ പത്മകുമാർ സീരീസ് പടം മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു വേറെ വെറൈറ്റി ആയിട്ടൊരു പുള്ളി ഒരു കോമഡി അതിനകത്ത് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമ കേട്ടോ, കുഴപ്പമില്ല. ഒന്ന് കാണാൻ പറ്റിയ പടം. നല്ല റെക്കോർഡ്, നല്ല സൗണ്ട് റെക്കോർഡിങ്ങും നല്ല സൗണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല പടം, കുഴപ്പമില്ല. റൊമാൻറ്റിക് ഫാമിലി ഡ്രാമയാണ്, നമുക്ക് കണ്ടിരിക്കാം. സ്റ്റോറി ലൈൻ ഒരു ആവറേജ് ഉള്ളൂ, പക്ഷേ നമുക്ക് വർത്തബിളാണ്. അത് ബിനാസ്മിൻ്റെ ആക്ടിവിറ്റി സൂപ്പറാണ്, പിന്നെ സോങ്സ് ഒക്കെ നല്ലതാണ്. കണ്ടിരിക്കാം നമുക്ക്. നന്നായിട്ടുണ്ട്. നല്ല സിനിമ, നല്ല സിനിമ. അതെ, തീർച്ചയായിട്ടും.